അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ വർഷത്തെ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒരു ചെറിയ ദുആ നടത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ പിരിയാം. അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിലെ ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് മക്കയിലെ കഅബയാണ്. ആ കഅബയുടെ മുമ്പ് അല്ലാഹു തആല ഭൂമിയിൽ മറ്റൊരു നിർമ്മിതിയും അല്ലാഹു തആല സംവിധാനിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ബക്കയിലുള്ള മഹത്തായ കഅബ എന്ന ഗേഹമാണ്. അല്ലാഹു നമുക്കൊക്കെ ഒരുപാട് വട്ടം അവിടെ എത്താൻ തൗഫീഖ് തരട്ടെ. കഅബ കാണാത്തോല് നമ്മളെ കൂട്ടത്തിലില്ലേ? കാണാത്തോലില്ലേ? ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അതിന് തൗഫീഖ് തരട്ടെ. കൂടുതൽ കണ്ടോലേക്കാരം, എന്നാലും കാണാത്തോല് കുറച്ചൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത റമളാന്റെ മുമ്പ് തന്നെ അല്ലാഹു നമുക്കൊക്കെ അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഈ തറാവീഹിന്റെ ബറക്കത്ത് കൊണ്ട് അതിനുള്ള വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. ഈ കഅബ നോക്കാണ്, നിങ്ങൾ അതിന്റെ ഒരു അത്ഭുതങ്ങൾ നോക്കാണ്. അതൊരു സാധാരണ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് ആണല്ലോ അത്. പക്ഷെ അതിന് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ നോക്കാണ്. അതാദ്യം ഇവിടെ ഭൂമിയിൽ മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പേ അള്ളാഹു തആല അത് ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. മലക്കുകളായിരുന്നു അതിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് ഏകദേശം എത്ര കോടി? ഒരു 100-150 കോടി ജനങ്ങൾ സദാസമയം അതിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ഈ സമയത്ത് എത്ര കോടാനുകോടി മനുഷ്യന്മാരാണ് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. അതിനെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും എത്ര ലക്ഷക്കണക്കായ ആളുകളാണ്. മരിച്ചു കിടക്കുന്ന കോടാനകോടി മനുഷ്യന്മാരങ്ങൾ നോക്കുകയാണെങ്കിൽ പോലെ മുഖവും നെഞ്ഞും ആ കഅബയിലേക്ക് തിരിച്ചു വെച്ചിട്ടല്ലേ എത്ര വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളായി ഓരോ മയ്യത്തുകൾ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ആ കഅബയുടെ അടുത്ത് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞത് ആ കഅബയെ ഇങ്ങനെ വലയം ചെയ്യാണ്. കഅബ നമ്മുടെ ഇടത് ഭാഗത്താക്കിയിട്ട് അതിനെങ്ങനെ ഒരു 7 തവണ ചുറ്റുക. അതിനാണ് തവാഫ് എന്ന് പറയാ. 7 ചുറ്റൽ ഒരു തവാഫാണ്. അള്ളാഹു കുറെ തവാഫ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. എന്താ തവാഫൊക്കെ ചെയ്താലുള്ള കൂലി തരങ്ങൾ? ബഹുമാനപ്പെട്ട ഹജ്ജാജ് ഇബ്നു അബീ റുഖയ്യ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു ദിവസം കഅബ ഇങ്ങനെ തവാഫ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നല്ല ജനത്തിരക്കുള്ള സമയമാണ്. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടുമുട്ടുകയാണ്. എന്നെ കണ്ടപാട് ബഹുമാനപ്പെട്ടവരെന്നോട് പറയുകയാണ്, ഇബ്ന അബീ റുഖയ്യ ഇസ്തഗ്ഫിറൂ മിനത് തവാഫ്. ഓ റുഖയ്യയുടെ, അബൂ റുഖയ്യയുടെ മകനെ, തവാഫ് നിങ്ങൾ ധാരാളം ചെയ്യണേ. കഅബയെ നിങ്ങൾ ധാരാളം വലയം ചെയ്യണേ. فإني سمعت رسول الله صلى الله عليه وسلم يقول. കാരണം മുത്തനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഫമൻ ത്വാഫ ബിഹാദൽ ബൈതി. ആരെങ്കിലും ഈ വീടിനെ ഇങ്ങനെ തവാഫ് ചെയ്താൽ, വലയം ചെയ്താൽ, അങ്ങനെ ആ മനുഷ്യന്റെ 2 കാലുകൾക്ക് വേദന പിടിപെട്ടാൽ, വകാന ഹഖൻ അലല്ലാഹ് അൻ യുരീഹുമാ ഫിൽ ജന്ന. ഒരാൾ കഅബ തവാഫ് ചെയ്തൊരു മനുഷ്യന്റെ കാലിന് വേദന പിടിപെട്ടാൽ ആ 2 കാലുകളെയും സ്വർഗത്തിൽ കൊണ്ടുപോയി ആശ്വസിപ്പിക്കുക എന്നുള്ളത് അള്ളാന്റെ മേൽ ബാധ്യതയാണെന്ന് മുഹമ്മദ് മുസ്തഫ. കഅബ ഇങ്ങനെ ചുറ്റിയിട്ട് കാലിങ്ങനെ കടയണമെന്ന, കാലിനിങ്ങനെ കടച്ചിൽ വന്നാൽ ആ കാല് സ്വർഗത്തിലുണ്ടാവുന്ന എന്തൊരു മഹത്തമായ ഭവനമാണത്. മുത്തനബി തങ്ങൾ പറഞ്ഞു, വമൻ ത്വാഫ ബിൽ ബൈതി ഉസ്ബുഅ. ആരെങ്കിലും കഅബയെ 7 തവണ വലയം ചെയ്താൽ, വസല്ലാ റകഅതൈനി. ആ തവാഫ് കഴിഞ്ഞിട്ട് നേരെ ഇബ്രാഹിം മഖാമിന്റെ പിറകിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരാൾ ഒരു 2 റകഅത്ത് സുന്നത്തും നിസ്കരിച്ചാൽ, കാന ലഹു ഇത്ഖു റഖബ. ഒരടിമയെ കാശ് കൊടുത്ത് വാങ്ങിയവന് മോചിപ്പിച്ചാൽ ഈ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണോ അതേ പ്രതിഫലം ഒരൊറ്റ തവാഫിനും 2 റകഅത്ത് സുന്നത്തിനും അല്ലാഹു നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ.
തവാഫ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന് നടക്കുമ്പോ ആ മനുഷ്യൻ ഒരു കാൽ ഉയർത്തുമ്പോൾ അല്ലാഹ് ഈ മനുഷ്യന്റെ പദവിയെ ഉയർത്തുകയാണ്. ഉയർത്തിയ കാല് താഴ്ത്തുമ്പോ ഈ മനുഷ്യന്റെ ഒരു ദോഷം അല്ലാഹു തആല പുറത്തു കളയുകയാണ്, പദവിയെ ഉയർത്തപ്പെടുകയാണ്. ഇങ്ങനത്തെ ഒരു അമല് മറ്റൊന്ന് നമുക്ക് പറയാനില്ല. നോക്കൂ നിങ്ങൾ, നമുക്ക് ജീവൻ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയില്ലേ, അവരുടെ മുഖത്തേക്ക് നമ്മൾ വെറുതെ നോക്കിയിരുന്നാൽ പ്രതിഫലമാണ്. ഉമ്മയുടെ മുഖത്തേക്ക് ഉപ്പയുടെ മുഖത്തേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് ഇതേ തറാവീന്റെ ശേഷം നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ ആ കറുത്ത വസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന കഅബയുണ്ടല്ലോ, ഒരാൾ വെറുതെ മതാഫിലിരുന്ന് കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഓരോ സെക്കൻഡിനും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പോയിട്ട് തിരക്കാണ്, നടക്കാൻ കഴിച്ചില്ല, ക്ഷീണം ഒന്നും വേണ്ട, ആ മത്താഫിന്റെ ഒരു മൂലക്ക നിന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഒരുപാട് വട്ടം ഞങ്ങൾക്ക് അവിടെ എത്താൻ തൗഫീക്ക് തരണേ അള്ളാഹ്. മുഅ്മിനീങ്ങളെ, എന്നാൽ അത്ഭുതം അതൊന്നുമല്ല, അത് ഭൂമിയിലെ കഅബയാണ്. ആകാശത്ത് ഏഴാം ആകാശത്തൊരു കഅബയുണ്ട്. ഭൂമിയിൽ എവിടെയാണോ കഅബയുള്ളത് അതിന്റെ നേരെ മുകളിലായി ഏഴാം ആകാശത്തൊരു കഅബയുണ്ട്. അത് മലക്കുകളുടെ കഅബയാണ്. ഈ ലോകത്തൊരൊറ്റ മനുഷ്യൻ മാത്രമാണ് അതിനെ തവാഫ് ചെയ്തത്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ അതിനെ തവാഫ് ചെയ്തില്ലേ? തന്റെ പ്രിയപ്പെട്ട വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിക്കാൻ നിന്നതാ ബൈത്തുൽ മഅ്മൂറിന്റെ സമീപത്തല്ലേ? ബൈത്തുൽ മഅ്മൂറിന്റെ അടുത്ത് വെച്ചാണ് ഇബ്രാഹിം നബി തങ്ങൾ, മുത്തുനബി തങ്ങളെ സ്വീകരിച്ചത്. സ്വീകരണം നൽകിയതിന്റെ ശേഷം ആ കഅബയെ കുറിച്ച് ഇബ്രാഹിം നബി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബിയേ, ഹാദാ ബൈത്തുൽ മഅ്മൂർ, ഇത് ആകാശ ലോകത്തുള്ള കഅബയാണ്. മലക്കുകളുടെ ആരാധനാ കേന്ദ്രം ബൈത്തുൽ മഅ്മൂറാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയുമോ? ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിനെ തവാഫ് ചെയ്യുകയാണ്. ഒരു തവണ തവാഫ് ചെയ്ത മലക്കുകളില്ലേ, ഇനി ഖിയാമത്ത് നാൾ വരെ രണ്ടാമതൊരു തവണ തവാഫ് ചെയ്യാൻ അവർക്ക് അല്ലാഹു അവസരം നൽകുകയില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അതിനെ പടച്ച അന്ന് മുതൽ ഒരു ദിവസം 70,000 മലക്കുകൾ തവാഫ് ചെയ്യുന്ന, ഇനി ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾക്ക് രണ്ടാമത്തെ അവസരം ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹിന്റെ പട്ടാളത്തിന് അള്ളാഹ്ക്കല്ലാതെ മലക്കുകളുടെ എണ്ണ അറിയില്ല. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. നമുക്ക് ബൈത്തുൽ മഅ്മൂർ തവാഫിനുള്ള ഭാഗ്യമില്ല. എന്നാൽ ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്യുന്നവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമുണ്ടല്ലോ, ആ പ്രതിഫലം ലഭിക്കാൻ മുത്തുനബി തങ്ങൾ അവസരം തന്നിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി, ഉറക്ക സ്വലാത്തല്ലേ ത്വാഹ റസൂലുള്ളാഹി പറയുകയാണ്, പരിശുദ്ധ റമളാനിലെ 6ാമത്തെ രാത്രി ഒരാൾ തറാവീഹ് നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നോ? 7ാം ആകാശത്തെ കഅബയായ ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്താൽ ആ മനുഷ്യനിക്ക് നൽകപ്പെടുന്ന പ്രതിഫലം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബേ, കഅബയിൽ പോലും എത്താത്ത ആളുകൾ ഞങ്ങളിലുണ്ട്. ഈ നിസ്കാരത്തിന്റെ ബർക്കത്തുണ്ട് അവിടേക്ക് എത്തിച്ചേരണേ അല്ലാഹ്. ബൈത്തുൽ മഅ്മൂർ തവാഫ് ചെയ്യാൻ ഭൂമിയിൽ ഞങ്ങൾക്ക് അവസരമല്ല, പക്ഷേ ഈ നിസ്കാരം കൊണ്ട് ആ തവാഫിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വേഗം ചൊല്ലി, ഒരു ചെറിയ മസാല ഉണ്ട്, ഒരു ഫാത്തിഹ ഇത് വരക്കാണ്ട്, വേഗം ചൊല്ലി ഉറക്ക ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലെ മിഞ്ഞാന്ന് വാട്സപ്പിൽ ഒരാളെ സംശയം ചോദിച്ചാൽ നല്ല സംശയം. ഇന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ സുന്നത്ത് നോമ്പൊക്കെ വരുമ്പോഴേ നിങ്ങൾ ഈ അറഫ, ബറാത്ത്, മിഅ്റാജിന്റെ നോമ്പൊക്കെ വരുമ്പോ നിങ്ങൾ വയലറിയലുണ്ട്. ഈ നോമ്പിന്റെ കൂടെ ഫർള് ഖളാ വിട്ടാളോല് നിയ്യത്ത് വെച്ചോളി. തിങ്കളാഴ്ച വ്യാഴാഴ്ച ഒക്കെയാണ് ഈ അറഫയും ബറാത്തും ഒക്കെ വന്നെങ്കിൽ തിങ്കളാഴ്ചന്റെ നോമ്പും വ്യാഴാഴ്ചന്റെ നോമ്പും കേറെ കരുതിക്കോളി കേട്ടോ. ഒറ്റ നോമ്പുകൊണ്ട് 2, 3, 4 നോമ്പൊക്കെ കിട്ടുമെന്ന് വയല് പറയലുണ്ടല്ലോ. പറയലില്ലേ ഉണ്ട്. എന്താ നിങ്ങളെ റമളാനിൽ ഇത്രയും കാലം വയല് പറഞ്ഞിട്ട് ഒരു തിങ്കളാഴ്ച രാവിലെ വയലറിയുമ്പോ നാളെ റമളാന്റെ നോമ്പും കൂടെ തിങ്കളാഴ്ചന്റെ നോമ്പും കൂടി കരുതിക്കോളിട്ടോ ഇതുവരെ നിങ്ങൾ എന്തായിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. എന്താ അങ്ങനെ തിരിച്ചു പറയാത്തത്?
അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ സംശയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പരിണങ്ങൾ കേട്ടിക്കണോ? റമദാൻ നോമ്പ് എടുക്കുമ്പോൾ നാളെ തിങ്കളാഴ്ചന്റെ നോമ്പ് കൂടി കരുതിക്കോളി, അല്ലെ വ്യാഴാഴ്ചന്റെ സുന്നത്ത് നോമ്പ് കൂടി കൂടെ നിയ്യത്ത് വെച്ചോളി, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിക്കണോ? അത് പറ്റൂല. എന്താ കാര്യം നിങ്ങള്? ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു യതഅയ്യനു റമളാനു ലിസൗമി റമളാന. റമളാൻ മാസം റമളാനിലെ നോമ്പിന് മാത്രമുള്ളതാണ്. വേറെ ഒരു നോമ്പും അതിന്റെ കൂടെ സ്വഹിയാവൂലാണ്. ഒരാള് റമളാന്റെ നോമ്പിന്റെ കൂടെ തിങ്കളാഴ്ചയുടെ നോമ്പെന്നോ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, ഇന്നലെ നിയ്യത്ത് വെച്ചപ്പോ ഞാൻ റമളാനിലെ ഫർളായ നോമ്പ് നോൽക്കണം, കൂടെ വ്യാഴാഴ്ചന്റെ സുന്നത്തായ നോമ്പ് കൂടി നോൽക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നേർച്ചാന്നോ ഫിദിയാന്നോ അല്ല ഏതെങ്കിലും ഒരു നോമ്പോ കരുതിയാൽ ലാ യസ്ഹു നിയ്യത്തുഹു, അവന്റെ നിയ്യത്ത് സ്വഹിയാകൂല എന്ന് മാത്രമല്ല വലാ തസ്ഹു സൗമുഹു, അവന്റെ റമളാനിലെ നോമ്പ് കൂടി സ്വഹിയാകൂല. രണ്ടും പോകും. ഈ എക്സ്ട്രാ കരുതിയ തിങ്കളാഴ്ചന്റെ വ്യാഴാഴ്ചന്റെ നോമ്പ് മാത്രമല്ല, ഏത് നോമ്പും പോവും. റമളാനിലെ നോമ്പ്. അപ്പൊ റമളാനിലെ നോമ്പിന് അതേത് ദിവസമാണെങ്കിലും എന്ത് മാത്രമേ നിയ്യത്താക്കാൻ പറ്റുള്ളൂ? റമളാനിലെ ഫർളായ നോമ്പ് എന്നുള്ള നിയ്യത്തല്ലാതെ വേറെ ഒരു നിയ്യത്തും അതിന്റെ കൂടെ വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വ്യാഴാഴ്ച തിങ്കളാഴ്ച ഒന്നും വരുമ്പോ ഇന്ന് വ്യാഴാഴ്ചന്റെ തിങ്കളാഴ്ചന്റെ കൂടി നോമ്പ് വേറെ കരുതിക്കൊള്ളിട്ടോ എന്ന് പറയാത്തത്. പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ? വെള്ളിയാഴ്ച രാവാണ്, അതും റമളാനിലെ ഈ കൊല്ലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. മരിച്ചുപോയ ആൾക്കാരുണ്ടല്ലോ, ഓരൊക്കെ നമ്മളൊരു ദുആ ഇങ്ങനെ വല്ലാതെ പ്രതീക്ഷിച്ചിരിക്കണം. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷേക്കാരം. ഒരു ഫാത്തിഹ ചൊല്ലുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഞങ്ങളുടെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, എത്ര ഉപ്പമാരാണ് ഞങ്ങളുടെ ഈ തറാബീഹിലുള്ളത്. ഒരുപാട് പ്രായമായ ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഒരുപാട് ചെറിയ മക്കളും വിദ്യാർത്ഥികളുമുണ്ട്. സ്കൂളുകളിലൊക്കെ പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, എന്നിട്ടും കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. റബ്ബേ, ഈ നിസ്കാരം നീ കബൂലാക്കണേ അല്ലാഹ്. പകരമായി ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഈ 10 ദിവസത്തിൽ നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. വന്നുപോയ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഈ മജ്ലിസിലിരിക്കുന്ന ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് മരിച്ചതെന്ന് നിനക്കറിയാം, എവിടൊക്കെയാണ് അവർ മരണപ്പെട്ട് കിടക്കുന്നതെന്ന് നിനക്കറിയാം. ഈ മജ്ലിസിന്റെ സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഖബറിടം വെളിച്ചമാക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹളറത്തിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് ഒരുപാട് സഹോദര സഹോദരിമാർ പല നാടുകളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, ഒമാനിൽ നിന്നൊരു ഫൈസ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ ക്ലാസ് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, ഉസ്താദേ ഞങ്ങളൊന്നും ക്ലാസ് കേൾക്കുന്നവരാണ്, മറ്റുള്ളവരിലേക്ക്
എത്തിച്ചു കൊടുക്കുന്നവരാണ്. ഞങ്ങൾക്കൊക്കെ ഒന്ന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കച്ചവടത്തിലും സമ്പത്തിലും കുടുംബത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. റബ്ബേ, ഈ ആദ്യ 10 രാവുകളിൽ നിന്റെ റഹ്മത്ത് കിട്ടുന്ന ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ മുഹറവിയുമായ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാ. ഞങ്ങളെ വേദനകൾ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.